ഹലോ ഗായ്സ്, സിവിൽ ജിനിക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ശ്യാം. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് ഒരുപാട് തമാശകളൊക്കെ പറയാറുണ്ട്. ഒരേ തമാശ തന്നെ അവർ ആവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ചാർലി ചാപ്ലിൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. ഒരേ തമാശ കേട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ വിഷമം വരുമ്പോഴും നിങ്ങൾ അതോർത്ത് പിന്നെയും സങ്കടപ്പെടുന്നത് എന്തിനാണ്? ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആരുടെ മുമ്പിൽ തോറ്റുകൊടുക്കാതെ സെൽഫ് കോൺഫിഡൻസോടുകൂടി തന്നെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ മുമ്പ് പറഞ്ഞത് ഹൈവേ അലൈൻമെൻറ്റ്സിനെ കുറിച്ചുള്ള ടോപ്പിക്കായിരുന്നു. സോ അതിനോട് ചേർന്ന് തന്നെ വരുന്ന ജോമെട്രിക് ഡിസൈനാണ്. അതായത് അലൈൻമെൻറ്റ് പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒരു പോയിൻ്റ് പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് തന്നെ ഹൈവേയുടെ ജോമെട്രിക് ഡിസൈൻ എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2-3 ഫാക്ടേഴ്സ് തന്നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അതിലൊക്കെ നിങ്ങൾ നേരത്തെ ഇപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട് ക്രോസ് സെക്ഷണൽ എലമെൻറ്റ്സ്, സൈഡ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. അത് ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്, എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഏതൊക്കെയാണ് റോഡിൻ്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണുന്ന പാർട്ടുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ചില ന്യൂമറിക്കൽ വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ അതിന് തുടർച്ചയായിട്ട് വരുന്ന സൈഡ് ഡിസ്റ്റൻസ്, അതേപോലെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, ഇതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, എന്തായിരിക്കും സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർക്ക് അല്ലെങ്കിൽ വെഹിക്കിളിൽ ഇരിക്കുന്ന ഡ്രൈവർ ആരാണോ അയാൾക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ്, അതാണ് ജനറലി നമ്മൾ സൈഡ് ഡിസ്റ്റൻസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈഡ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻ നമുക്ക് മെയിനായിട്ട് 3 തരത്തിലാണുള്ളത്. ഒന്ന്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം ഡിസ്റ്റൻസ്, അതായത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻസ് മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ട് ഡ്രൈവർ മനസ്സിലാക്കിയ ശേഷം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട മിനിമം ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ സേഫായിട്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മുന്നിൽ പോകുന്ന സ്ലോ സ്പീഡ് വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സേഫ് ഡിസ്റ്റൻസ്, മിനിമം സേഫ് ഡിസ്റ്റൻസ്, അതാണ് മറ്റൊരു കണ്ടീഷൻ. മൂന്നാമത് വരുന്ന കണ്ടീഷൻ, ഇപ്പോൾ നമ്മുടെ ഒരു ഇൻ്റർസെക്ഷൻ വരികയാണ്, അതായത് ഒരു ജംഗ്ഷൻ പോലെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെയും നമുക്കൊരു ക്ലിയറൻസ് വേണം, ഡിസ്റ്റൻസ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള 3 കണ്ടീഷനാണ് നമുക്ക് വരുന്നത്. ആ ഒരു കണ്ടീഷൻ്റെ ബേസിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് സൈഡ് ഡിസ്റ്റൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്നത്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഓവർടേക്ക് സൈഡ് ഡിസ്റ്റൻസ്, അതേപോലെ ഇൻ്റർസെക്ഷൻ സൈഡ് ഡിസ്റ്റൻസ്. ഇങ്ങനെ 3 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളത്. ഓക്കെ, ഇതിൻ്റെ കുറച്ച് ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒന്ന് ജസ്റ്റ് അറിയാനുള്ളത്. PSCനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ആയിരിക്കും കൂടുതലും വരുന്നുണ്ടാവുക. ഇത് ഏത് ഇക്വേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതലും വരുന്നുണ്ടാവുക. സോ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 3 കണ്ടീഷനെ 3 പേരാക്കി പറഞ്ഞു എന്ന് മാത്രം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, വെഹിക്കിളിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട മിനിമം ഡിസ്റ്റൻസ്, അതായത് മുമ്പിലുള്ള ഒബ്സ്ട്രക്ഷൻ്റെ മുകളിൽ പോയി കൊളൈഡ് ചെയ്യാതെ, ആക്സിഡൻസ് ഒന്നും സംഭവിക്കാതെ ആ വെഹിക്കിളിന് 0 വെലോസിറ്റിയിലേക്ക് വരാൻ വേണ്ട മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നിൽ പോകുന്ന കുറഞ്ഞ വേഗതയിൽ പോകുന്ന വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളിനെയും അതേപോലെ ഈ സ്ലോ ആയിട്ട് പോകുന്ന വെഹിക്കിളിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് സേഫായിട്ട് പിന്നിൽ വരുന്ന ഫാസ്റ്റർ മൂവിങ് വെഹിക്കിളിന് സേഫായിട്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ട മിനിമം ഡിസ്റ്റൻസിനെയാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻ്റർസെക്ഷൻ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് കൊളീഷനൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ജംഗ്ഷൻ പോലെ വരുന്ന ഒരു സിറ്റുവേഷൻ സമയത്ത് കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെഹിക്കിൾ എടുക്കേണ്ട മിനിമം ഡിസ്റ്റൻസ്, സൈഡ് ഡിസ്റ്റൻസ് എത്രയാണ്, അതിനെയാണ് ഇൻ്റർസെക്ഷൻ സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷനിലേക്കാണ് നമ്മളിനി പോകുന്നത്. സോ ആദ്യത്തെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ. മുമ്പിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷനോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ വരുന്ന വെഹിക്കിളിന് സേഫായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ആ ഒരു മിനിമം ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടറുകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ബ്രേക്ക് എഫിഷ്യൻസി, ഫ്രിക്ഷൻ റെസിസ്റ്റൻസ്, അതേപോലെ സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ, ഗ്രേഡ് ഉണ്ട്, എന്തെങ്കിലും ഒരു തരത്തിൽ ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിൽ അത്, അതേപോലെ ടോട്ടൽ റിയാക്ഷൻ ടൈം.
ഈ 5 ഫാക്ടറാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. പേര് വെച്ചാൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത്. ഓക്കെ, ബ്രേക്ക് എഫിഷ്യൻസിയാണ്. അതായത് സ്കിഡ് ചെയ്യാതെ തന്നെ, വെഹിക്കിൾ സ്കിഡ് ചെയ്ത് പോകാതെ തന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ബ്രേക്ക് എഫിഷ്യൻസി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ഫാക്ടറാണ്. IRCയുടെ ബേസ് IRCയെ വെച്ച് നോക്കുന്ന സമയത്ത് 0.35 to 0.4 ആണ് നോർമൽ കണ്ടീഷനിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന വാല്യൂ. F ആണ് അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂമറിക്കൽ കണ്ടീഷൻസിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. ദെൻ വെഹിക്കിളിൻ്റെ സ്പീഡ്, അതേപോലെ ഗ്രേഡിയൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ചെറിയ ഇക്വേഷൻ പോലെ. ഗ്രേഡിയൻ്റ് ഉദ്ദേശിച്ചത് നമ്മൾ കേംബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോഡിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനുള്ള സ്ലോപ്പായിരുന്നു. ഇതേപോലെ റോഡിനെ ലെങ്ത് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിപ്രഷൻസും അതേപോലെ ഹൈറ്റ് ഡിഫറൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലെവൽ ഡിഫറൻസ് കാണിക്കുന്നത് ഗ്രേഡിയൻ്റ് എന്നുള്ള ടേം വെച്ചിട്ടാണ്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം. ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഉദ്ദേശിക്കുന്നത് ആ ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട മിനിമം സമയം. നമ്മളിപ്പോൾ പറഞ്ഞത് ഡിസ്റ്റൻസിനെ കുറിച്ചാണ്. ആ ഒരു ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് നടക്കാൻ വേണ്ട ഒരു മിനിമം സമയം നമ്മൾ കാൽക്കുലേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അത് ജനറലി നമ്മൾ എടുക്കാറുള്ള വാല്യൂ 2.5 സെക്കൻഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ. ആ വെഹിക്കിൾ നിർത്താൻ ആവശ്യമായിട്ടുള്ള മിനിമം സമയത്തിനെയാണ് നമ്മൾ ജനറലി ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ടോട്ടൽ റിയാക്ഷൻ ടൈമിന് 2 സെക്ഷൻ ഉണ്ട്. അതായത് പെർസെപ്ഷൻ ടൈമും ബ്രേക്ക് റിയാക്ഷൻ ടൈമും. ഈ 2 ടൈമും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. പെർസെപ്ഷൻ ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ എടുക്കുന്ന സമയം, ടു പെർസീവ് ദ സിറ്റുവേഷൻ, അതിനാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ദെൻ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് വേണ്ട ഒരു റിയാക്ഷൻ കൊടുക്കണം അല്ലേ. എന്താണ്? ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ആ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഹിക്കിൾ സ്റ്റോപ്പ് ആവണം. ആ ഒരു സമയത്തിനെയാണ് ബ്രേക്ക് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. വെഹിക്കിൾ കംസ് ടു എ കംപ്ലീറ്റ് ഹോൾട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ആവുന്ന ഒരു സമയം. ഈ 2 സമയത്തിൻ്റെയും അഡീഷനാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് പെർസെപ്ഷൻ ടൈം പ്ലസ് ബ്രേക്ക് റിയാക്ഷൻ ടൈം, ഈ 2 അഡീഷനായിട്ട് ടോട്ടൽ റിയാക്ഷൻ ടൈം പറയുന്നു. ജനറലായിട്ട് നമ്മൾ എടുക്കുന്ന വാല്യൂ 2.5 സെക്കൻഡാണ്. ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് PIEV തിയറി എന്ന് പറയുന്ന ഒരു തിയറിയുടെ ബേസിലാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ PIEV എന്നുള്ളത് 4 വേർഡിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ ആണ്. അതാണ് പെർസെപ്ഷൻ, ഇൻ്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വൊല്യൂഷൻ. ഈ 4 കണ്ടീഷനാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അടുത്തൊരു ഫിഗർ കാണാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുകയാണ്. ഡ്രൈവർ എന്ത് ചെയ്യുന്നു? ആ ഒരു ഒബ്സ്ട്രക്ഷൻ കാണുന്നു, അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിനെ ആദ്യം എന്ത് ചെയ്യണം? ബ്രെയിനിലേക്ക് ചൂസ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ആ സിറ്റുവേഷൻ അദ്ദേഹം മനസ്സിലാക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഇമോഷൻ ഉണ്ടാവും. അതായത് ചിലപ്പോൾ പേടിയാവാം, അല്ലെങ്കിൽ ദേഷ്യമാവാം, അല്ലെങ്കിൽ സ്ട്രെസ് ആവാം. അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഇമോഷൻ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഇമോഷൻ അനുസരിച്ചുള്ള ഒരു റിയാക്ഷൻ അവിടെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെന്ന പോലെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഡൻ റിയാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതാണ് PIEV എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർസെപ്ഷൻ, ഇൻ്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വൊല്യൂഷൻ. അതായത് എന്താണോ നമ്മൾ സിറ്റുവേഷൻ എന്താണോ അത് മനസ്സിലാക്കുന്നതിനനുസരിച്ച് ബ്രെയിൻ വർക്ക് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഒരു ഇമോഷൻ പുറത്ത് കാണിച്ച ഫീലിങ്ങിനനുസരിച്ചുള്ള ഒരു റിയാക്ഷൻ അവിടെ ഉണ്ടാവുക, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഈ 4 കണ്ടീഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അതല്ലാതെ ചില കണ്ടീഷനിൽ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ അതായത് ക്വിക്കായിട്ടൊരു റിയാക്ഷൻ സംഭവിക്കാം. അതാണ് റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ളതിനെ കൊണ്ട് താഴെയായിട്ടൊരു ആരോയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ടൈമിനേക്കാളും കുറച്ചുകൂടി ക്വിക്കറായിട്ടുള്ള ആക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. അതാണ് റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. ഈ തിയററ്റിക്കൽ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോട്ടൽ റിയാക്ഷൻ ടൈമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ IRC എടുക്കുന്ന വാല്യൂ ആണ് 2.5 സെക്കൻഡ് എന്നുള്ളത് ജനറലി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സൈഡ് ഡിസ്റ്റൻസിനെ കുറിച്ചൊരു ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കതിനെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം, ന്യൂമറിക്കൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാം, അനാലിസിസ് ചെയ്യാം.
അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ SSD, അതായത് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 ടേമായിട്ടാണ്. അതാണ് ലാഗ് ഡിസ്റ്റൻസും അതേപോലെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസും. ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ് സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ്. ലാഗ് ഡിസ്റ്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവർക്ക് എടുക്കുന്ന ആ ഒരു റിയാക്ഷൻ ടൈമിൻ്റെ സമയത്ത് വെഹിക്കിൾ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണോ അതാണ് ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു സമയം, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ ഒരു സമയത്തെയാണ് ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വെഹിക്കിൾ സ്റ്റോപ്പ് ആവാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 2 ഡിസ്റ്റൻസിൻ്റെ സമ്മേഷനാണ് SSD അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇക്വേഷനാണ് അതിലിപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണുന്നത്. VT പ്ലസ് V² ഡിവൈഡ് ബൈ 2GF എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ SSD കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ V എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ സ്പീഡാണ്, T എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സമയമാണ്, റിയാക്ഷൻ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ടേമാണ്. അതേപോലെ F എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ്. നമ്മൾ ജനറലി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എടുക്കാറുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.35 to 0.4 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ജനറലി എടുക്കാറുള്ളത്. അപ്പോൾ അതിൽ ആ ഇക്വേഷനാണ് VT പ്ലസ് V² ഡിവൈഡ് ബൈ 2GF എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൽ നമ്മൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് അതേപോലെ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, അതൊന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ചെയ്യുന്നത് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ എപ്പോഴാണോ വെഹിക്കിളിൻ്റെ കൈനറ്റിക് എനർജി, അതായത് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആവുന്നത്, അപ്പോഴാണ് നമ്മൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, അതുവരെയാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് അപ്ലൈ ആവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് വർക്ക് ഡൺ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ദ വെഹിക്കിൾ. ആ കണ്ടീഷൻ്റെ ബേസിലാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്, V² ഡിവൈഡ് ബൈ 2GF എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അതിനെ കാണിക്കുന്ന ഇക്വേഷനാണ് നമ്മൾ ആ ഒരു ഡെറിവേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. F × W × L. F എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ദെൻ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വെഹിക്കിൾ ആണ്. W എന്ന് പറയുന്നത് വെയിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ W V² ഡിവൈഡ് ബൈ 2G എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ്റെ ബേസിലാണ് V² ബൈ 2GF എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാം 0.278 VT പ്ലസ് V² ഡിവൈഡ് ബൈ 254 F പ്ലസ് ഓർ മൈനസ് N ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ കണ്ട അതേ ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ വെലോസിറ്റി നമുക്ക് ചിലപ്പോൾ km/hലായിരിക്കും തന്നിട്ടുണ്ടാവുക, പക്ഷെ നമുക്ക് കിട്ടേണ്ട ഉത്തരം മീറ്ററിലായിരിക്കും. അതായത് SSD എന്ന് പറയുന്ന വാല്യൂ, ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് മീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വെലോസിറ്റീനെ km/h നിന്നും m/s മാറ്റണം. അതായത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി ആ 5/18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 5/18 നമുക്ക് 0.278 എന്നും കൂടെ പറയാം. അപ്പോൾ ആ ഇക്വേഷനിൽ 0.278 എന്നും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് നിങ്ങൾക്ക് താഴെ കാണാവുന്നത്, 0.278 VT പ്ലസ് V² ഡിവൈഡ് ബൈ 254 F പ്ലസ് ഓർ മൈനസ് N/100. അതിൽ എഫിൻ്റെ കൂടെ ഒരു N എന്ന് പറയുന്ന വാല്യൂ കൂടെ വന്നിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് നമുക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പ്ലെയിൻ റോഡല്ല, ജസ്റ്റ് ഒരു ഹൈ ഡിഫറൻസ് വരുന്ന പോലെ ഒരു കയറ്റമോ ഇറക്കമോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രേഡിയൻറ്റിനനുസരിച്ചിട്ട് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ കൂടെ നമ്മൾ ആ ഗ്രേഡിയൻറ്റ് വാല്യൂ കൂടെ നമ്മൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മൈനസ് ചെയ്യണം. അത് അസെൻഡിങ്ങിനോ ഡിസെൻഡിങ്ങിനോ അനുസരിച്ച് മാറും. കയറ്റത്തിനോ ഇറക്കത്തിനോ അനുസരിച്ച് അവിടെ പ്ലസ്സോ മൈനസോ ആയിട്ട് നമ്മൾ വാല്യൂ കൊടുക്കണം എന്നുകൂടെ നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നോർമൽ കണ്ടീഷനിൽ നമ്മളത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഗ്രേഡിയൻറ്റ് വരുന്ന സമയത്താണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. അസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പ്ലസ് ആയിട്ട് കൊടുക്കുന്നു, ഡിസെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ മൈനസ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ N എന്ന് പറയുന്നത് ആ ഗ്രേഡിയൻറ്റ് വാല്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മുടെ IRC കണ്ടീഷൻ്റെ ബേസിൽ നമുക്ക് ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്ന വാല്യൂ, അതിനനുസരിച്ച് വേണ്ട SSDയും മിനിമം SSDയുമാണ് ഇവിടെ ടേബിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 65 km/h ആണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം 90 എങ്കിലും വാല്യൂ വരണം. അതേപോലെ 80 km/h ആണെങ്കിൽ 120 എങ്കിലും മിനിമം വാല്യൂ വരണം. അതേപോലെ
100 ആണെന്നുണ്ടെങ്കിൽ 180 മീറ്ററിലാണ് കേട്ടോ, 180 മീറ്റർ എങ്കിലും മിനിമം നമുക്കവിടെ ഡിസ്റ്റൻസ്, സേഫ് ഡിസ്റ്റൻസ് ആയിട്ട് വരണം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന വാല്യൂസ്. ഓക്കെ, SSDയെ കുറിച്ചുള്ള കൺസെപ്റ്റും അതേപോലെ അതിൻ്റെ ഒരു ന്യൂമറിക്കൽ ഇക്വേഷനുമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രോബ്ലമായിട്ട് വരുന്നതിനേക്കാളും കൂടുതലും ഇതേപോലെയുള്ള കൺസെപ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരിക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അതാണ് ഓവർടേക്കിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്ലോവർ വെഹിക്കിൾ നമുക്ക് മുമ്പിലായിട്ടൊരു സ്ലോ സ്പീഡ് വെഹിക്കിൾ പോകുന്നുണ്ട്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളും ഉണ്ടാവും. ഇതിനെയൊക്കെ രണ്ടിനെയും കൺസിഡർ ചെയ്തിട്ട്, അതായത് സ്ലോ മൂവിങ് വെഹിക്കിളിനും അതേപോലെ ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളിനെയും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് സേഫായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകേണ്ട ഒരു കണ്ടീഷൻ, അതാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ IRC അവിടെ ഈ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. ഡ്രൈവറുടെ ഐ ലെവൽ എന്ന് പറയുന്നത് മിനിമം ഒരു 1.2 മീറ്റർ ഹൈറ്റിലെങ്കിലും ആയിരിക്കണം. അതേപോലെ അവിടെ വരുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ വെഹിക്കിൾ എന്താണോ അത്, ആ ഒരു ഒബ്സ്ട്രക്ഷൻ മിനിമം എന്തായിരിക്കണം, റോഡ് സർഫസിൽ നിന്ന് 0.15 മീറ്റർ എങ്കിലും ഹൈറ്റിലായിരിക്കണം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഇക്വേഷനും ഡെറിവേഷനൊക്കെ IRC കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാം, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ OSD എന്ന് പറയുന്ന ടേം D1 + D2 + D3 3 ഡിസ്റ്റൻസിൻ്റെ സമ്മേഷനായിട്ടാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിളിനെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് D1 + D2 + D3 3 ടേം ഡിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇൻ കേസ് വൺ വേ ട്രാവലിംഗ് ആണെന്നുണ്ടെങ്കിൽ D1 + D2 എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് അവിടെ നിർത്താം, കാരണം ഓപ്പോസിറ്റ് വെഹിക്കിൾ ഇല്ല. ഇനി ആ ഒരു D1, D2, D3 എന്ന് പറയുന്ന ടേം എന്താണെന്നുള്ളതാണ് നമുക്കവിടെ കാണാം. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VBT ആണ്. അതിൽ VB എന്നുള്ളതിനെ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത് സ്ലോ മൂവിങ് വെഹിക്കിളിനെയാണ്. സോ VBT എന്ന് പറയുന്ന ഇക്വേഷൻ. ദെൻ D2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്, B + 2s എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ B എന്നുള്ള വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ മൂവിങ് വെഹിക്കിളിൻ്റെ കൂടെ T മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ആ T എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ √4s/a എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഒരു ഇക്വേഷൻ ബേസിലാണ്. സോ നിങ്ങൾക്ക് കണ്ട് തന്നെ അതൊന്ന് പഠിച്ചു വയ്ക്കാം. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിന് പകരം കൺസെപ്റ്റ് അറിഞ്ഞു വയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ ആണല്ലോ. ഇതിൽ ടോട്ടൽ T എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് ഓപ്പറേഷന് വേണ്ട സമയം, ആ ഒരു സമയത്തിനെയാണ് T എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വീൽ ബേസ് ആണ്. മിനിമം 6 മീറ്ററെങ്കിലും കൊടുക്കുന്ന വാല്യൂ ആണ് 6 മീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ S എന്ന് പറയുന്ന ഇക്വേഷനാണ് 0.7 VB + L എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ഇത്രയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഇതിൽ ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് D3 എന്ന് പറയുന്ന വാല്യൂ, അതായത് V × T. അവിടെ കൊടുത്തിരിക്കുന്ന V എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിൾ എന്താണോ അതിൻ്റെ വെലോസിറ്റിനെയാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ജനറലായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സ്പീഡ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ സ്പീഡ് എത്രയാണോ അതിൽ നിന്നും ഒരു 16 km/h മൈനസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഡിസൈൻ സ്പീഡ് എത്രയാണോ അതിൽ നിന്ന് 16 km/h മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, സ്ലോ മൂവിങ് വെഹിക്കിളിൻ്റെ സ്പീഡായിട്ട് നമുക്കവിടെ എടുക്കാം. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മളവിടെ താഴെ എഴുതിയിട്ടുള്ളത് സെയിം ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ km/h ആണ് നമുക്ക് വാല്യൂ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്തിലാണ്, മീറ്ററിലാണ്. അപ്പോൾ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ നിൽക്കാതെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, ഒരു 0.278 കൂടെ ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഇക്വേഷൻ എന്താണോ അതിൻ്റെ കൂടെ 0.278 കൂടെ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ OSD കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് 0.278 VBT + 2s + 0.278 VB T + 0.278 V × T. ഓക്കെ, ഇത്രയാണ് OSD അല്ലെങ്കിൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത്.
ഇനി നമുക്ക് IRC കൺസിഡർ ചെയ്യുന്നത് മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് സോൺ കൊടുക്കാറുണ്ട് കുറച്ചുകൂടെ വിഡ്ത്തിൽ. അത് നമുക്ക് എത്രയാണ് മിനിമം ലെങ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 times ഓഫ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമുക്ക് ഇക്വേഷൻ വഴി കിട്ടും. ആ ഇക്വേഷൻ്റെ ഇൻറ്റു മൾട്ടിപ്പിൾ 3, 3 സമയം അല്ലെങ്കിൽ 3 ഇരട്ടി വാല്യൂ ആണ് നമ്മളവിടെ മിനിമം ലെങ്ത്ത് ഓവർടേക്കിംഗ് സോണിന് കൊടുക്കേണ്ട മിനിമം ലെങ്ത്ത് പറയുന്നത്. ഡിസൈറബിൾ ലെങ്ത് ആയിട്ട് നമ്മൾ പറയുന്നത് 5 times ഓഫ് OSD ആണ്. മിനിമം നമ്മൾ കൊടുക്കേണ്ടത് 3 times ഓഫ് OSD ആണ്. ഓക്കെ ആണല്ലോ, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ജസ്റ്റ് ഒരു ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ ബേസ്ഡാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ക്രോസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ സെക്ഷനാണ്. സൈഡ് ഡിസ്റ്റൻസിലെ മൂന്നാമത്തെ ടേമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്താണ് മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ OSD നമ്മൾ പറഞ്ഞു അല്ലേ, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു OSD നമുക്ക് നോർമലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ക്രോസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടേം അപ്ലൈ ചെയ്യുന്നത്. അതായത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടത്ര ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാവുന്ന കണ്ടീഷനാണ് ക്രോസിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 times ഓഫ് SSD ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന് 2 times ആണ് നമ്മൾ ക്രോസിംഗ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ CSD അല്ലെങ്കിൽ ISD ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ചെറിയൊരു ടോപ്പിക്കായിട്ടാണ്, അതിൻ്റെ കൂടുതൽ ഡെറിവേഷനൊന്നും നമുക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 3 കണ്ടീഷനാണ് മെയിനായിട്ട് സൈഡ് ഡിസ്റ്റൻസിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മളിനി സൈഡ് ഡിസ്റ്റൻസ് ആയിട്ട് ഇൻ്റർസെക്ഷൻ കൂടെ നോക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് അറിയണം അല്ലേ, ഓപ്പോസിറ്റ് നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്നോ വേറെ ഏതെങ്കിലും വെഹിക്കിൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് കാണണം അല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നമുക്കൊരു ക്ലിയറൻസ് വേണം. നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ജംഗ്ഷൻ്റെ ഫിഗർ നോക്കണം, കാണാം ഇതിൽ കോർണറിലൊക്കെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മാത്രമല്ല സൈഡിൽ നിന്ന് വരുന്ന വെഹിക്കിളും കൂടെ നമുക്ക് ഡിസ്പ്ലേയിൽ വന്നാലേ നമുക്ക് സേഫായിട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ക്ലിയറൻസ് നമുക്ക് അവിടെ കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ എന്തായിരിക്കണം, വെഹിക്കിൾ വിസിബിൾ ആയിരിക്കണം. അതാണ് നമ്മൾ സൈഡ് ഡിസ്റ്റൻസ് അറ്റ് ഇൻ്റർസെക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇതും ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. നമുക്ക് എഡ്യൂക്കേഷനൊന്നും ഇവിടെ വരുന്നില്ല, പക്ഷെ ആ ഒരു നമുക്ക് അറിഞ്ഞു വെക്കാം ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതേപോലെ വണ്ടിക്ക് നിർത്താൻ ആവശ്യമായിട്ട്, അതേപോലെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ മെയിൻ റോഡിൽ നിന്നും സബ് റോഡിലേക്ക് പോകാൻ, അതേപോലെ സബ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പോകാനൊക്കെ നമ്മൾ ഈ ഒരു ക്ലിയറൻസ് ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത് IRC റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഇത്രയാണ് സൈഡ് ഡിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ഫാക്ടറാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് നമ്മൾ പറയാൻ പോകുന്നത്, സൂപ്പർ എലിവേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൈഡ് ഡിസ്റ്റൻസ് ആണ്. ക്രോസ് സെക്ഷൻ എലമെൻറ്റ് നമ്മൾ നേരത്തെ കഴിഞ്ഞു. സോ ജോമെട്രിക് ഡിസൈനിൽ ഇനി വരുന്ന, അല്ലെങ്കിൽ ജോമെട്രിക് ഡിസൈൻ ഇനി ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാം. അതായത് ഇത്രയുള്ള കൺസെപ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വെഹിക്കിൾ ഒരു കർവായിട്ടുള്ള ഡയറക്ഷനിൽ പാസ് ചെയ്ത് പോവുകയാണ്, ഒരു ഹില്ലി ഡയറക്ഷനിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും രീതിയിൽ കർവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെഹിക്കിൾ പാസ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യം വരികയാണ്, അല്ലെങ്കിൽ ഒരു പാത്ത് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കർവായിട്ട് നമുക്കറിയാം അല്ലേ, ഒരു കർവ് ഡയറക്ഷനിൽ നമ്മളൊരു ഐറ്റം മൂവ് ചെയ്യിക്കുന്ന സമയത്ത് നോർമലി ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിളിന് താളം തെറ്റാനോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവാനോ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വെഹിക്കിളിനെ ഓവർത്രോ ചെയ്യാൻ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടാനുള്ള ആ ഒരു സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് വെഹിക്കിളിന് അവിടെ തന്നെ സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കണ്ടീഷനാണ് സൂപ്പർ എലിവേഷൻ. ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ വെഹിക്കിൾ ഒരു കർവ് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ കർവ് എപ്പോഴും എന്തായിരിക്കും, ഹൈറ്റിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതായത് ഒരു ചെരിഞ്ഞ രീതിയിലായിരിക്കും ആ ഒരു പാസേജ് കടന്നു പോകുന്നുണ്ടാവുക. ആ ഒരു സംഗതിയെയാണ് നമ്മുടെ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഔട്ടർ എഡ്ജ് നമ്മൾ എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്ത് കാണിക്കുന്നു. ഇതിനെയാണ് ആ ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു പാത്തിന് ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂപ്പർ എലിവേഷൻ എന്നുള്ള ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പ്രോപ്പറായിട്ടുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുക. എന്തിനാണ്? വെഹിക്കിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൈനസ് ചെയ്ത് വണ്ടിക്ക് ഒരു സേഫ്റ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കർവ്ഡ് സെക്ഷനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് ഇതുവഴി റിഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ മറ്റൊരു ഫാക്ടറാണ്. ഇതല്ലാതെ സ്ട്രെസ്സ് കുറയ്ക്കാം, അതായത് റോഡിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സും ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈ ഒരു റൈസിങ്ങോടുകൂടി, ഔട്ടർ എഡ്ജ് റൈസ് ചെയ്യുന്ന വഴി നമുക്ക് സാധിക്കും. ഇതല്ലാതെ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡ്രെയിനേജ് കുറച്ചും കൂടി ഈസി ആക്കാം, ഡ്രെയിനേജ് പർപ്പസ് കുറച്ചും കൂടി ഈസി ആക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസും കൂടെ സൂപ്പർ എലിവേഷൻ എന്നുള്ള ഐറ്റം കൊടുക്കുന്നത് വഴി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ ഡെറിവേഷൻസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഈ ഔട്ടർ എഡ്ജിൻ്റെ ഹൈറ്റ് അതേപോലെ ഹൊറിസോണ്ടൽ വിഡ്ത്ത് ഇത് തമ്മിലുള്ള റേഷ്യോ ആയിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന ടേം നമ്മൾ നോർമലി പറയാറുള്ളത്. ഓക്കെ, അതായത് റേഷ്യോ ബിറ്റ്വീൻ ദ ഹൈറ്റ് ഓഫ് ദ ഔട്ടർ എഡ്ജ് ടു ദ ഹൊറിസോണ്ടൽ വിഡ്ത്ത്. ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ നമ്മുടെ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഫൈനൽ ഇക്വേഷൻ വരുന്നതാണ്, നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഇ പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ 127R എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാം വി സ്ക്വയർ ബൈ ജി ആർ എന്നുള്ള ഇക്വേഷനാണ് വരുന്നത്. അതിൽ ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. വി സ്ക്വയർ ഡിവൈഡ് ബൈ 127R എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അതിൽ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ ബേസിലേക്ക് പറയുന്നുള്ളൂ, ഡെറിവേഷനായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ കൊടുക്കുന്ന നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 0.15 ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മുമ്പ് കണ്ട എഫും ഇപ്പോൾ കാണുന്ന എഫും വ്യത്യാസമുണ്ട്. സോ അത് നോർമലി വെക്കുക. ഇത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, 0.15 ആണ് നമ്മൾ നോർമലി റോഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുള്ള വാല്യൂ. അപ്പോൾ അതേപോലെ തന്നെ ജി എന്ന് പറയുന്ന വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നുള്ളതിനെ ഈ രണ്ട് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്ക് കിട്ടുന്ന ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ വി സ്ക്വയർ ഡിവൈഡ് ബൈ 127R എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇ പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ 127R എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സൂപ്പർ എലിവേഷന് കാണാറുള്ളത്. ഇതിൽ എഫ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതേപോലെ വി എന്ന് പറയുന്നത് വെഹിക്കിളിൻ്റെ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. ആർ എന്ന് പറയുന്നത് നമുക്ക് അവിടെ കൊടുക്കുന്ന റോഡിൻ്റെ റേഡിയസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എപ്പോഴാണോ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ നമ്മൾ സൂപ്പർ എലിവേഷനെ കാണുന്നതാണ്. എഫിന് 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ 127R എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ഇൻ കേസ് നമുക്ക് വെഹിക്കിളിനെ നമുക്ക് ഡിസൈൻ സ്പീഡാണ് നമുക്ക് മീൻസ് ഒരു വെഹിക്കിൾ തന്നിട്ടില്ല എന്നെങ്കിൽ നമ്മൾ ഡിസൈൻ സ്പീഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് 0.75 വി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നത്. അതുവഴിയാണ് നമുക്ക് വി സ്ക്വയർ ഡിവൈഡ് ബൈ 225R എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. രണ്ടും സിമിലർ ആണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വെഹിക്കിളിൻ്റെ സ്പീഡിനനുസരിച്ചുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ സെയിം തന്നെയാണ്. നമ്മൾ വിക്ക് പകരം 0.75 വി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡിസൈൻ സ്പീഡിൻ്റെ 0.75 ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റമാണ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 225R എന്നുള്ള ഇക്വേഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജനറലി നമുക്ക് കൊടുക്കുന്ന ഒരു നോർമൽ സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.07 ആണ്. അതേപോലെ ഈ ഒരു ഫ്രിക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുക്കുന്നത് നോർമലി 0.15 ആണ്. ഈ ഇക്വേഷൻ്റെ ബേസിൽ തന്നെ നമുക്കൊരു കാര്യം കൂടെ പറയാം. അലോവബിൾ റേഡിയസ് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് മാക്സിമം കൊടുക്കാവുന്നതിനെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അതാണ് 0.036 വി സ്ക്വയർ. 0.036 വി സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് വെഹിക്കിളിൻ്റെ സ്പീഡാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പറയാവുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രോബ്ലംസ് വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്? അലോവബിൾ റേഡിയസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് സ്പീഡിന് വേണ്ട റെസ്ട്രിക്ഷനും നമുക്ക് കാണാം. അതെന്താണ്? നേരെ ഇക്വേഷന് തിരിച്ച് ചെയ്താൽ മതി. √127RF ആണ് വി കാണാനുള്ള ഇക്വേഷൻ. അതായത് വെലോസിറ്റി
മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് മാക്സിമം എത്രത്തോളം വരുത്താം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ എത്രത്തോളം കൊടുക്കാം എന്നുള്ളത് കാണാൻ നോർമൽ കണ്ടീഷനിൽ √127 R ഇൻറ്റു എഫ് എന്നുള്ള വാല്യൂ നമുക്ക് കൊടുത്ത് ചെയ്യാം. അതായത് സ്ലൈഡിലില്ല, ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയതാണ്. നിങ്ങൾക്ക് അതും കൂടെ ഇതിലിവിടെ സൂചിപ്പിക്കാം. ഇനി ഞാൻ പറയുന്ന മറ്റൊരു കണ്ടീഷൻ, സൂപ്പർ എലിവേഷൻ നമുക്ക് പ്രോബ്ലംസ് വരുന്ന സമയത്ത് ടെറൈനിനനുസരിച്ചിട്ട് മാറാം, അതായത് ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് മാറാം. ആ വാല്യൂ മാക്സിമം വാല്യൂ ആണ് പ്ലെയിൻ ആൻഡ് റോളിങ്ങിൽ 0.07 ആണ് വരുന്നത്, ഹിൽ റോഡ്സിൽ വരുന്നത് 0.1 ആണ്, അതേപോലെ അർബൻ റോഡ്സിൽ വരുന്നത് 0.04 ആണ്. പ്രോബ്ലംസിലായിരിക്കും ഇത് കൂടുതലും വരുന്നുണ്ടാവുക. സോ നിങ്ങൾ ജസ്റ്റും കൂടെ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. സോ നമുക്ക് മിനിമം വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ വരുന്നുണ്ട്. മിനിമം വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സോ നമ്മൾ കാര്യമായിട്ടൊരു ഉദ്ദേശിക്കുന്നില്ല, മിനിമം ആയിട്ട് നമ്മളവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേമ്പറിൻ്റെ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് നമ്മൾ മിനിമം സൂപ്പർ എലിവേഷനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ പ്രോബ്ലത്തിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ഓപ്ഷനാണ് ഔട്ടർ എഡ്ജ് നമുക്ക് സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം ഹൈറ്റ് കൊടുക്കാൻ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് BE/2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ എലിവേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റുമായിട്ട് ഇൻറ്റു ചെയ്ത് 1/2 വാല്യൂ ആണ് നമ്മൾ എത്രയാണ് വരുന്നത് അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് തിരിച്ചിട്ടതാണ്. അലോവബിൾ സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് √27.94 R എന്നുള്ള വാല്യൂ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞത് 127 RF ആയിരുന്നു. അതിൽ എഫ് എന്ന് പറയുന്ന വാല്യൂ ഞാൻ പറഞ്ഞു, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ആ എഫ് എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം കിട്ടിയ കാര്യമാണ് 27.94 R, √27.94 R എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് സൂപ്പർ എലിവേഷനെ സംബന്ധിച്ച് നമ്മൾ അവിടെ കൊടുക്കുന്ന കാര്യം. ഇനി നമ്മളിതിൽ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസൈൻസ് നമ്മൾ പറഞ്ഞു, സൂപ്പർ എലിവേഷൻ ഡിസൈനിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു. അതിൽ ഇൻ കേസ് എന്തെങ്കിലും കാര്യത്തിൽ നമുക്കിപ്പോൾ വിയുടെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ സ്പീഡ് എത്രയാണോ അവിടെ വരുന്നത് അതിൻ്റെ 75% എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ആ ഡിസൈൻ ചെയ്തതിനനുസരിച്ച് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം കൊടുക്കുന്നത് 0.15 ആണ്. അതേപോലെ സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ നമ്മൾ നോർമൽ കണ്ടീഷനിൽ മാക്സിമം കൊടുക്കുന്നത് 0.07 ആണ്. ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മളവിടെ നമുക്ക് വെഹിക്കിളിന് വേണ്ട അവൈലബിൾ സ്പീഡ്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള അലോവബിൾ സ്പീഡ് എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷനാണ് നമ്മളിവിടെ പറഞ്ഞത് √27.94 R എന്ന് പറയുന്ന ഇക്വേഷനായിട്ട്. നോർമൽ കണ്ടീഷനിൽ സൂപ്പർ എലിവേഷനും കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നത്, അതായത് വെഹിക്കിളിന് വേണ്ട സ്പീഡ് ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ചെറിയൊരു ടോപ്പിക്കും കൂടെ ഞാൻ പറഞ്ഞോടെ, ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ടേമാണ്. ഓഫ് ട്രാക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കർവിലൂടെ ഒരു വെഹിക്കിൾ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ നോർമൽ കണ്ടീഷനിൽ മിക്ക വെഹിക്കിളിലും നമ്മൾ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഫ്രണ്ടിലുള്ള ടയേഴ്സ് ആണ് അഡ്ജസ്റ്റബിൾ ആവുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കർവിനനുസരിച്ചിട്ട് പോകുന്നത് നമ്മൾ എത്രയാണോ അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്നത് ഫ്രണ്ട് വീലാണ്. പക്ഷേ അതിനനുസരിച്ച് തന്നെ റിയർ വീൽസും പോകുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഫ്രണ്ട് വീല് പോകുന്ന പാത്തിലായിരിക്കില്ല റിയർ വീൽസ് പോകുന്നുണ്ടാവുക. അപ്പോൾ അത് ഒന്നുകൂടെ ഓഫ് ട്രാക്ക് ആണ്, അതായത് അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ആ ഒരു പാത്തിലല്ല റിയർ വീൽസ് മൂവ് ചെയ്യുന്നത്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പോയ സ്ലൈഡിൽ നമ്മൾ അത് വിട്ടുപോയതാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്തതാണ്. അങ്ങനെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് കൂടെ നമുക്കുണ്ട്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മുടെ ജിയോമെട്രിക് ഡിസൈനിൽ നമ്മളിപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭാഗങ്ങൾ. ഇനിയും കുറച്ച് ഭാഗം കൂടെ ജിയോമെട്രിക് ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് വരുന്ന സ്ലൈഡിൽ കാണാം. ഒരുപാട് ദീർഘിപ്പിച്ച് കഴിഞ്ഞാൽ മുഷ്കിലാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് ജിയോമെട്രിക് ഡിസൈൻ എഫക്റ്റ് ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അധികം വലുതായ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മളത് അടുത്ത സ്ലൈഡിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോസിലോ ഒക്കെ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരുപോലെ ഇത് സഹായകരമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഗൈസ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.